ഈ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഈ ഒരു പാത സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ പൂർണ്ണമായും അതിലേക്കൊക്കെയുള്ള യാത്രയിലാണ്. അപ്പോൾ എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ഒക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ ടെക്നോളജി ഒരു സൈഡിൽ കൊണ്ടുപോകുന്നുണ്ട്. കാരണം അതിൻ്റെ 20 വർഷത്തോളമായിട്ട് അതായതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മാറുക എന്നുള്ളൊരു ഉദ്ദേശമില്ല. അതിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ വിചാരിക്കുന്നത്, ഞാൻ ഹീലിംഗ് അതുപോലത്തെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഞാൻ ടെക്കുകൾ, കാരണം എൻ്റെ ഒരു ഇൻഡസ്ട്രി ടെക് ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരുടെ മനസ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് അവർ കടന്നു പോകുന്ന ചിന്തകളും, കാരണം നമ്മുടെ ചെറുപ്പം മുതൽ ഈ ഒരു വയസ്സ് വരെ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ട് നമുക്ക് മനസ്സ് വായിക്കാൻ പറ്റും. അപ്പം അതിനെ ഫോക്കസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു സോൾഫുൾ ടെക്കി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ടെക്കികളെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. മലയാളികളും കുറച്ചുകൂടി ലാംഗ്വേജ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം, അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ. പലരും വളരെ സ്ട്രെസ്ഫുള്ളാണ്. പല സർവേകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളി ടെക്കീസ് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. സ്ട്രെസ്സിൻ്റെ മാത്രമല്ല, അവർക്ക് കുറച്ച് ഒരു വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പർപ്പസ്ഫുൾ അല്ലാത്തൊരു ലൈഫ് ജീവിക്കുന്ന പോലൊരു തോന്നലുകൾ വരാൻ പറ്റും. ഒരു മീനിങ് ഇല്ലാത്ത പോലെ. ചിലപ്പോൾ ഇൻകം നന്നായിട്ടുണ്ടാവാം, ലൈഫ് പുറത്ത് നോക്കുമ്പോൾ വളരെ സെറ്റിൽഡ് ആയിരിക്കാം, പക്ഷേ അവർ ഉള്ളിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എന്തോ ഒരു മിസ്സിങ് തോന്നാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്താൽ എന്തിനോ വേണ്ടി ജീവിക്കുന്നു, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ എന്തിനോ വേണ്ടി ജീവിക്കുന്ന ഒരു തോന്നൽ വരും. അത് മീനിങ്ലെസ് ആയിട്ടുള്ള ലൈഫായിട്ട് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ദിശാബോധം കൊടുക്കാനും അവർക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് എന്ന് തോന്നിക്കാനുള്ളൊക്കെ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ ഇതിലൊരു പ്രോഗ്രാം ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു സൈഡിൽ കൂടി ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിരിക്കുന്ന പല അനുഭവങ്ങളുണ്ടാകും. പലരും ഇതിൽ നിന്ന് നമ്മുടെ ഇത് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങൾ പല ആളുകളിലും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഏതൊക്കെയാണുള്ളത്? അതിപ്പോൾ ഒരുപാട് പേരുണ്ട്. അതായത് എനിക്ക് റെഗുലറായിട്ടുള്ള ക്ലയൻസ് ഉണ്ട്, വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ടെങ്കിലും അതിലെനിക്ക് എടുത്തു പറയുന്നൊന്നും അനുഭവമായിട്ടല്ല. പക്ഷേ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ സീരിയസ് ഇഷ്യൂ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആക്ച്വലി വളരെ ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ശരിക്കും. കാരണം നമ്മുടെ മൈൻഡ് ഒരു പ്രത്യേക പ്രശ്നത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടും ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സ്ട്രെസ് എടുക്കാം. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു തോന്നൽ മാത്രമാണ്. നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് റിയലി ഉള്ളൊരു സാധനമല്ല. അതായത് നമ്മളൊരു ഇൻസിഡൻറ്റ് നടക്കുമ്പം നമ്മൾ അതിനൊരു മീനിങ് കൊടുക്കും. നമ്മളത് ആലോചിച്ചിട്ട് ഓക്കെ ഇത് ഇങ്ങനെയാണ്, ഇത് സ്ട്രെസ്ഫുള്ളാണ് നമ്മൾ ചിന്തിക്കുക ചെയ്യുന്നത്. ആ സെയിം സിറ്റുവേഷൻ വേറൊരാൾക്ക് നോക്കുമ്പോൾ സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷൻ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്ന സാധനം അവിടെ വരുന്നുണ്ട്, നമ്മുടെ ഒരു ഇമാജിനേഷൻ അതിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ പെർസെപ്ഷനിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തുമ്പോൾ തന്നെ പലപ്പോഴും യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളല്ലാതാവാറുണ്ട്. അപ്പോൾ അത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് പല പ്രശ്നങ്ങളും നമ്മളെ പെർസെപ്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളല്ലാതെ മാറും. അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ചില ചോദ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അതിന് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ